പിണറായി സർക്കാർ 2020 നവംബർ 5-ന്, അതിന് കാരണമുണ്ട്. 2021 മെയ് മാസം ഇവിടെ നിയമസഭാ ഇലക്ഷൻ നടക്കുന്ന പശ്ചാത്തലമുണ്ട്. ആ സമയത്താണ് 2020 നവംബർ 5-ാം തീയതി ജസ്റ്റിസ് JB കോശി കമ്മീഷനെ, 3 കമ്മീഷനെ നിയോഗിക്കുന്നത്. എന്താണ് ആവശ്യം? സച്ചാർ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ പാലോളി മുഹമ്മദ് കുട്ടിയുടെ പശ്ചാത്തലത്തിൽ ഇതുപോലെ നടപ്പിലാക്കിയിട്ടുള്ള വിവിധ പദ്ധതികളും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ, ഇത് ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായപ്പോൾ, ഇത് കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയും ഒക്കെ പഠിക്കുന്നതിന് വേണ്ടി, അവരുടെ 3 മേഖലകളെ പറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് JB കോശി കമ്മീഷന് 2020 നവംബർ 5-ന് സർക്കാർ സ്ഥാപിച്ചത്. തുടർന്ന് 2.5 വർഷം എടുത്തു JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സംസ്ഥാനത്തിന് സമർപ്പിക്കാൻ. അതിൽ 2 കാരണങ്ങളുണ്ട്. സർക്കാരിന്റെ അകമഴിഞ്ഞ പിന്തുണ ഉണ്ടായില്ല. നേരത്തെ ജസ്റ്റിൻ വക്കീൽ പറഞ്ഞതുപോലെ ഒരു പേപ്പർ പോലും, പ്രിന്റ് എടുക്കാനുള്ള പേപ്പർ പോലും ഓഫീസ് സെക്രട്ടറിമാരെ പോലും അനുവദിച്ചു കൊടുക്കാതെയൊക്കെ നീണ്ടുപോയിരുന്നു. എങ്കിൽ തന്നെയും വിവിധ രൂപതകൾ, ചങ്ങനാശ്ശേരി രൂപത, തൃശ്ശൂർ രൂപത, താമരശ്ശേരി രൂപത, വിവിധ രൂപതകള് അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ രൂപതകളും ഇതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് പഠനങ്ങൾ നടത്തി, തൃശ്ശൂരുള്ള ഫറോക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ സർവേകൾ നടത്തി വളരെ വിദഗ്ധമായ പഠന റിപ്പോർട്ടുകൾ JB കോശി കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ചിരുന്നു. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, ആ നേരത്തെ പാലോളി മുഹമ്മദ് കുട്ടി സമർപ്പിച്ചുള്ള 7 മാസം കൊണ്ടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രീ ഫാബ്രിക്കേറ്റഡ് റിപ്പോർട്ട് എന്ന് ഞാൻ അതിനെ മനസ്സിലാക്കുള്ളൂ. കാരണം കേരളത്തിലെ എല്ലാ മുസ്ലിം വിഭാഗങ്ങളും 5 വിഭാഗങ്ങളുള്ളവരും പിന്നോക്കാവസ്ഥയിലാണെന്നാണ് പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു വെച്ചിരിക്കുന്നത് കമ്മീഷനിലൂടെ. പക്ഷെ അതിവിടെ വന്നപ്പോൾ JB കോശി കമ്മീഷൻ എന്താണ് ചെയ്തത്? കേരളത്തിലെ വിവിധ സമുദായങ്ങളെ, ക്രൈസ്തവ സമുദായത്തിലെ വിവിധ അവാന്തര വിഭാഗങ്ങളുമായിട്ട് സിറ്റിങ്ങുകൾ നടത്തുകയും പഠനങ്ങൾ നടത്തുകയും 5 ലക്ഷത്തോളം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പഠിച്ച് ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ട് 2023 മെയ് മാസം സർക്കാരിന് സമർപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ 2.5 വർഷത്തെ പഠനങ്ങൾ നടക്കുന്നത്. വീണ്ടും അത് സർക്കാർ പൂഴ്ത്തിവെക്കുന്ന അവസരത്തിലേക്കാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വീണ്ടും ആക്ഷേപങ്ങൾ വന്നു. ഇത് പുറത്തുവിടാനോ പ്രസിദ്ധീകരിക്കാനോ സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ള കാര്യങ്ങൾ വന്നപ്പോൾ സർക്കാർ എന്ത് ചെയ്തു? 2023 ഒക്ടോബർ 20-ാം തീയതി ഇത് വിവിധ വകുപ്പുകളിലേക്ക് പഠിക്കുന്നതിന് വേണ്ടി അയച്ചു. നേരത്തെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് 7 മാസത്തിനുള്ളിൽ നിയമസഭയിലേക്ക് അല്ലെങ്കിൽ സർക്കാരിലേക്ക് കൊടുക്കുകയും വിത്തിൻ മന്ത്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുത്ത് വിവിധ സെല്ലുകൾ ആരംഭിച്ച് വിവിധ പ്രോജക്റ്റുകൾ ആരംഭിച്ച് നടപ്പിലാക്കിയ കേരളത്തിലാണ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വിവിധ വകുപ്പുകൾക്ക് പിന്നെയും പഠിക്കാൻ കൊടുത്തു. ആ പഠിക്കാൻ കൊടുത്തപ്പോൾ ഒരു കാര്യം കൂടി കൊടുത്തിരുന്നു. 2 ആഴ്ചയ്ക്ക് അകം ഇത് നടപ്പിലാക്കുന്നതിനുള്ള ശുപാർശകൾ തിരികെ നൽകണമെന്ന്. 2023 ഒക്ടോബർ 20-ാം തീയതി കൊടുത്ത നിർദ്ദേശം അത് വീണ്ടും അതവിടെ പെട്ടിയിൽ അടച്ചു വെച്ചു, ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും എന്താണ്, ഇവിടെ പാർലമെന്റ് ഇലക്ഷൻ വരുന്ന പശ്ചാത്തലത്തിൽ എന്ത് ചെയ്തു? 2024 മാർച്ച് 2-ാം തീയതി സർക്കാർ ഒരു കാര്യം കൂടി ചെയ്തു. നമ്മുടെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായും പൊതുഭരണ വകുപ്പ് സെക്രട്ടറി, ന്യൂനപക്ഷ വകുപ്പ് സെക്രട്ടറിയും കമ്മിറ്റി അംഗങ്ങളുമായിട്ട് ഇതിനെ വീണ്ടും ഒരു കമ്മിറ്റിക്ക് പഠിക്കാൻ വെച്ചു. എന്നിട്ട് അവർക്ക് കൊടുത്ത നിർദ്ദേശം എന്താണ്? പാർലമെന്റ് ഇലക്ഷന് തൊട്ട് മുമ്പുള്ള പശ്ചാത്തലമാണ് അതുണ്ടായത്. 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട്. ഇപ്പോൾ എന്തായി? മാർച്ച് മാസം കഴിഞ്ഞ്, ഏപ്രിൽ കഴിഞ്ഞ്, മെയ് കഴിഞ്ഞ്, ജൂൺ കഴിഞ്ഞ്, ജൂലൈ ആയി. അപ്പോൾ ആ ഇലക്ഷന് വേണ്ടിയിട്ട് ഒരു പൊറാട്ട നാടകം കളിച്ചതുപോലെയാണ് എനിക്കിതിന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ ഒരു ക്രിസ്ത്യൻ പ്രീണനം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പ്രീണനമല്ല, ക്രിസ്ത്യൻ കപട സ്നേഹം പ്രകടിപ്പിച്ചതാണോ എന്ന് സംശയിക്കേണ്ടി വന്നു. ഇതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. 2020 ഇങ്ങനെ ഒരു കമ്മീഷനെ നിയോഗിച്ചു. 2021 ഇലക്ഷൻ, നിയമസഭ ഇലക്ഷൻ കഴിഞ്ഞ് 2-ാം പിണറായി സർക്കാർ അധികാരത്തിലേറി കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്: കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളൊരു കാര്യം. അത് വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണ്, ആ കമ്മീഷനെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ പിന്തുണ കിട്ടിയപ്പോൾ എന്തുണ്ടായി? അവർക്ക് ജയിക്കാൻ സാധിച്ചു. 2ാമത് പാർലമെന്റ് ഇലക്ഷൻ വന്നപ്പോഴും ഇതുപോലെ ഒരു കമ്മീഷനെ മുമ്പിലേക്ക് വെച്ചിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറിയെ പഠിക്കാൻ ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുന്നത് ഒരു കപട സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? വിവിധ ജില്ലാ കമ്മിറ്റികൾ എന്തുകൊണ്ടാണ് CPM-ന്റെ തോൽവി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് LDF-ന്റെ തോൽവിയെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയുള്ള പഠനം നടത്തിയപ്പോൾ അല്ല അവരുടെ ചർച്ചകൾ എന്തുണ്ടായത്? പ്രീണനം അധികമായി പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചില വിഭാഗങ്ങളെ, ക്രൈസ്തവ വിഭാഗങ്ങളൊക്കെ അവഗണിച്ചപ്പോൾ, അല്ലെങ്കിൽ മറ്റ് ഹൈന്ദവ വിഭാഗങ്ങളെയും ക്രൈസ്തവ വിഭാഗങ്ങളൊക്കെ അവഗണിച്ചപ്പോൾ
ഇവിടെ നടന്ന പ്രീണനത്തിനെതിരെ ബോധവാന്മാരായ വോട്ടർമാര് കൃത്യമായി ഇടപെടൽ നടത്തി. ക്രൈസ്തവ വിഭാഗം ഈ ഒരു അപകടം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ പ്രക്ഷോഭ പരിപാടികളിലേക്കാണ് ഇനി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിവിധ രൂപതകൾ ഈ ഒരു വിഷയം ഇതിപ്പോ ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം സർക്കാരിന്റെ ഈ പ്രീണനത്തിലൊന്നും നമ്മൾ ഇടപെടില്ല. ഇനി വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ, അപ്പോൾ അതുവരേക്കും ഇത് നീട്ടിക്കൊണ്ടു പോകും. ആ ഒരു ഇടപെടൽ അതിൽ നിന്ന് മാറണം സർക്കാർ. സർക്കാർ ജനാധിപത്യ സർക്കാരാണ്, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ സർക്കാരല്ല ഇത്. ജനാധിപത്യ സർക്കാരാകുമ്പോൾ രാജ്യത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ജനങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനും അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്നതിനും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഏതെങ്കിലും ഒരു മതകക്ഷികൾക്ക് വേണ്ടി പ്രീണനം നടത്തുന്നത് എന്നും ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. ഇതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചോ അല്ലെങ്കിൽ അതൊരു കപട സ്നേഹമായിരുന്നോ എന്നുള്ളതിനെ പറ്റി എനിക്ക് പ്രാരംഭത്തിൽ പറയാനുണ്ട്.